ഞാനൊരു മുസ്ലിം വിരോധിയല്ല. ഞാൻ മുസ്ലിങ്ങൾക്ക് വിരോധമായിട്ട് ഒന്നും, മുസ്ലിം സമുദായത്തിന് വിരോധമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മലപ്പുറത്തെ എൻ്റെ സംസാരത്തെ വക്രീകരിച്ചും വ്യാഖ്യാനിച്ചും എന്നൊരു വർഗീയവാദിയാക്കി മാറ്റി. അതിന് വ്യക്തമായ എൻ്റെ വ്യക്തത വരുത്തി. ഞാൻ മുസ്ലിം സമുദായത്തോട് സഹോദര തുല്യം തോന്നിക്കുന്നു. അവരുടെ മുസ്ലിം ലീഗിനെയാണ് ഞാൻ അവരുടെ വർഗീയ സ്വഭാവത്തെ പറ്റി എതിർത്തത്. എന്നിട്ട് എന്നെ വർഗീയവാദിയാക്കുകയാണ്. ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി എന്നെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കണം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വർഗീയത ആരില്ല ഉള്ളത്. ശ്രീനാരായണ പ്രസ്ഥാനം കേരളത്തെ അമ്പാടും ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വനും സോദരത്തേന, ആ സോദര ചിന്ത എന്നും പ്രചരിപ്പിക്കുകയും പറയുകയും അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കുകയും ചെയ്യുന്ന വിഭാഗമാണ് ഈഴവ സമുദായം, ശ്രീനാരായണ പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഇവിടെ ഒരു കലഹമില്ലാത്തത്. ഇടതുപക്ഷം വന്നതിൽ പിന്നീട് ഇവിടെ ഒരു വാറാട് കലാപം ഉണ്ടായില്ലല്ലോ. അതൊക്കെ മുമ്പ് എന്തെല്ലാം കലാപം ഉണ്ടായി. ഇതെല്ലാം നിങ്ങളൊന്ന് ഓർക്കണ്ടേ. ഇതൊന്നും ഞാൻ പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഇന്നലെ പൂത്തൊരു തകരയുണ്ട് സതീശൻ, ഞാനതിനെപ്പറ്റി പറയുന്നില്ല, അപ്രസക്തൻ. അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ വർഗീയവാദം. അതിന് തക്ക മറുപടി കാന്തപുരം തന്നെ കൊടുത്തിട്ടുണ്ട്. കാന്തപുരം കൂടി യോഗത്തിലും നല്ല സ്വസിദ്ധമായ വർഗീയത അവിടെ എനിക്കെതിരെ പറഞ്ഞപ്പോൾ കാന്തപുരം ശാസിച്ചു, പരസ്യമായി പറഞ്ഞു, ഈ വേദി രാഷ്ട്രീയക്കാർക്ക് പരസ്പരം അതൊക്കെ വർഗീയത പറയാനുള്ളതല്ല എന്ന് സതീശനെ പരസ്യമായി അദ്ദേഹം താക്കീത് ചെയ്ത് പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇവിടെ മുതിർന്ന നേതാക്കന്മാരുണ്ട് കോൺഗ്രസ്സിലെ. ഞാൻ ഒരിക്കലും കോൺഗ്രസിനെതിരല്ല. മുതിർന്ന AK ആൻ്റണി പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്, രമേശ് ചെന്നിത്തല പറയട്ടെ, അവരെല്ലാം എത്രയോ സീനിയറായി, ഇളയേക്കാൾ എത്രയോ സീനിയറായ ആളുകളാണ്, അവർ പറയട്ടെ ഞാൻ വർഗീയവാദിയാണെന്ന്. ഇതെല്ലാം പറയട്ടെ. വേണുഗോപാലുണ്ട്, സതീശനുണ്ട്, നമ്മുടെ AK ആൻ്റണിയുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇന്നും ലൈവായി ജീവിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. അവർ പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ ഇന്നലെ ഉദിച്ചൊരു തകര അതേ ആളുകൾ. നിങ്ങൾ പറഞ്ഞ കാറ്, ഞാനെന്നെ കാറ് കണ്ടില്ല, എന്നെല്ലാം ഉത്തരം ഞാൻ സുഭാരൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം കാറിനെ പറ്റി പറഞ്ഞപ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം, 80 കൊല്ലങ്ങൾക്ക് മുമ്പ്, സതീശനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അച്ഛൻ എൻ്റെ മൂത്ത സഹോദരിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആസ്റ്റിൻ കാർ കപ്പൽ ഇമ്പോർട്ട് ചെയ്താണ് കൊടുത്തത്. അന്ന് എൻ്റെ അച്ഛൻ ആ വാക്സോൾ വേവിൻ 6 സിലിണ്ടർ കാറിലാണ് സഞ്ചരിച്ചിട്ടുണ്ടിരുന്നത്. എനിക്ക് എന്തുണ്ടായിരുന്നു എന്ന് 80 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛൻ എഴുതിയിരിക്കുന്ന ഭാഗം ഉടമ്പടി കണ്ടാൽ ഇത്രയുണ്ട്. അത്രയും ഭൂസ്വത്തുകളുടെ ഉടമയായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ കയർ ഫാക്ടറി ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് കപ്പലിൽ ഇത് ഇറക്കാൻ സാധിച്ചത്. പക്ഷേ ഈ പറയുന്ന ആളിന് എന്ത് ആസ്തി ഉണ്ടായത് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ്? ഒരാസ്തി ഉണ്ടാകാതെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നെ എന്തിനും നിരന്തരം വേട്ടയാടുകയാണ്. SNDP പ്രസ്ഥാനത്തിന് മാത്രം എതിരെയല്ല, ഈഴവർക്കെതിരെയല്ലേ എന്നും പ്രതികരിക്കുന്നത്. SNDP പ്രസ്ഥാനത്തെ തകർക്കുക, ഈഴവനെ തകർക്കുക, അതിനെ തളർത്തുക. ഈ മാന്യൻ്റെ ഉപ്പാപ്പം വിചാരിച്ചാലും SNDP യോഗത്തെ തകർക്കാനും തളർത്താനും ഇതിനു മുമ്പും പലരും വന്നിട്ടുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വളരെയല്ലാതെ തളർന്നിട്ടില്ല. പിളർക്കാൻ ശ്രമിച്ചവരെല്ലാം സ്വയം പിളർന്നു പോയതല്ലാതെ ഇത് പിളർത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സുകുമാരൻ നായർ അദ്ദേഹത്തെ പലരും ഞാൻ എറണാകുളത്ത് വെച്ച് ചില പ്രസ്താവന ഇറക്കിയപ്പോൾ ഉടനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചാനലുണ്ട്, അവരുടനെ വിളിച്ചങ്ങോട്ട് ഉടനെ ഒരു നെഗറ്റീവ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. കിട്ടിയില്ല. അദ്ദേഹം നല്ലൊരു മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞപ്പോൾ എന്താണ്, ഈ കാലഘട്ടത്തിൽ യോജിപ്പ് അനിവാര്യമാണെന്നും ഇതുപോലുള്ള കാറിൻ്റെ കാര്യമെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് ഉപദേശ രൂപത്തിൽ ആ മാന്യൻ പറഞ്ഞുവെങ്കിൽ കാലഘട്ടത്തിൻ്റെ ചിന്തയും ഭാവനയും എവിടെ എത്തുന്നു എന്നുള്ള തിരിച്ചറിവ് എങ്കിലും ഇവർക്കൊക്കെ ഉണ്ടായാൽ നല്ലത്.